ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുടെ വിവാഹ നിശ്ചയം എത്തുകയാണ് കേട്ടോ. വേദയുടെ വിവാഹ നിശ്ചയത്തിന് ഒരിക്കലും ഈ പറയുന്ന നന്ദിനി ഒരു അടിമയാണല്ലോ, ഒരു വേലക്കാരിയെ എന്തായാലും അവളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനമായി ഇവർ മുന്നോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഈ പറയുന്ന പത്മയും അതുപോലെ തന്നെ ഹരിതയാണ് എല്ലാത്തിനും മുന്നോട്ട്. ഇന്ദ്രജ, വേദ ഇവർക്ക് എല്ലാവർക്കും ആ തീരുമാനമാവുകയാണ്. അങ്ങനെ എല്ലാവരും ആ തീരുമാനം എടുക്കുമ്പോൾ ഒട്ടും തന്നെ സഹിക്കാൻ സൂര്യക്ക് കഴിയില്ല കേട്ടോ. കാരണം സൂര്യ അത് എതിർക്കാൻ തന്നെ ശ്രമിച്ചും കൊണ്ടിരിക്കും. അങ്ങനെ വേദയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ ഏകദേശം ചടങ്ങുകളിൽ എത്തിത്തുടങ്ങുകയാണ്. ഈ സമയം ഈ പറയുന്ന ഇവനെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, രഞ്ജിത്തിനെ വിളിക്കാൻ പറയുന്നുണ്ട്. അത് സൂര്യ തന്നെ ചെയ്യണമെന്ന് പൂജാരി പറയുകയാണ്. പൂജാരി ആ സത്യം പറയുമ്പോൾ രഞ്ജിത്തിനെ സൂര്യ വിളിച്ചു കൊണ്ടുവരുന്നതിൽ പത്മയ്ക്ക് യാതൊരു എതിർപ്പുമില്ല. പത്മ ഓക്കെ എന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ പത്മ ഓക്കെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രഞ്ജിത്തിനെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇനി പെണ്ണ് വരട്ടെ, അത് സൂര്യയുടെ ഭാര്യയാണ് അത് ചെയ്യേണ്ടത് എന്ന് പൂജാരി പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണ, എന്തിനാ നീ ഇങ്ങനെ നിൽക്കുന്നത്, നീ പോയിട്ട് വിളിച്ചു വാ എന്ന് പറയാം കേട്ടോ. ഇതേ സമയം നന്ദിനി പോവില്ല കേട്ടോ. നന്ദിനിക്കൊരു പേടി. അപ്പോൾ ഉടൻ തന്നെ സൂര്യ ചോദിക്കുക, നീ എന്തിനാ ഭയക്കുന്നത്, നീ പെട്ടെന്ന് പോയി വിളിച്ചിട്ട് വാ. അയ്യോ സൂര്യ സാർ, ഞാൻ പോകുന്നില്ല. എന്താ ഈ കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, ഈ കുട്ടിയല്ലേ ആങ്ങളുടെ ഭാര്യയല്ലേ വിളിച്ചു കൊണ്ടുവരേണ്ടത്, ഏട്ടത്തിയമ്മയല്ലേ നാത്തൂനെ വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പലവരും കൂടിയവർ പറച്ചിലായി കേട്ടോ. അങ്ങനെ ഈ സമയം വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും ഹരിത അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയം വേദയുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ വേദക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. വേദയുടെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരികയാണ്. നീ എന്തിനാടി എന്നെ വിളിക്കാൻ വന്നിരിക്കുന്നത്? അപ്പോൾ ഇന്ദ്രജ പറയുകയാണ്, ആ പൂജാരി പറഞ്ഞിരിക്കുകയാണ്, മാത്രമല്ല സൂര്യയും പറഞ്ഞിരിക്കുന്നു, ആർക്കൊന്നും നിഷേധിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഇവൾ വിളിക്കാൻ വന്നത്. അപ്പോഴേക്കും അവിടെ ഹരിത ഓടിയെത്തുകയാണ് കേട്ടോ. ആര് തന്നെ എന്ത് തന്നെ പറഞ്ഞാൽ ഇവൾ ഈ വീടിൻ്റെ വേലക്കാരിയാണ്, വേലക്കാരിയുടെ കൂടെ നീ പോകേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ വേദയോട് ഹരിത പറയുമ്പോൾ വേദ പറയുന്നത്, ശരിയാണ്, ഈ വീട്ടിലെ വേലക്കാരി എന്തായാലും എന്നെ കൊണ്ടുപോകണ്ട, അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, നീ പൊടിയെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഈ സമയം തൻ്റെ കണ്ണുകൾ നിറച്ചും കൊണ്ട് തന്നെ സൂര്യയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഈ സമയം ഇവിടെ വിവേക് നിൽക്കുന്നുണ്ടാവും കേട്ടോ. എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പറയാണ്, അവർ എന്നോട് ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണെന്നുള്ള ആ ഒരു ഇത് കാണിക്കൽ തുടങ്ങി, അതുകൊണ്ട് തന്നെ ഞാൻ പാടില്ലെന്ന് ഹരിത മേഡവും വേദയും ഇന്ദ്രജയൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും സൂര്യ അവരവരുടെ സ്വഭാവം കാണിച്ചോളൂ, എന്നാൽ ഇത് വെറുതെ ഞാൻ വിടത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ സാറായിട്ട് ആരോടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. സൂര്യ സാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും അതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് സൂര്യ സാർ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതങ്ങ് വിട്ടേക്ക് എന്ന് പറയുന്നത്. അപ്പോഴേക്കും വിവേക് പറയുന്നത്, ശരിയാണ് സൂര്യ, നീ പ്രശ്നം ഉണ്ടാക്കണ്ട, അവർക്ക് എത്ര പറഞ്ഞാലും അവരെ പോലെയുള്ളവർക്ക് എന്തായാലും നന്ദിനി പോവുകയും വേണ്ട. അവരെ പോലെയുള്ളവരൊന്നും നന്ദിനി കതിർമണ്ഡപത്തിലോട്ട് പിടിച്ചു കൊടുക്കേണ്ട, വിവാഹ നിശ്ചയത്തിലോട്ട് പിടിച്ചു കൊടുക്കേണ്ടതുകൊണ്ട് അവിടെ നിർത്തിയേക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴാണ് ഈ പറയുന്ന വേദ എങ്ങനെ കടന്നു വരുന്നത്. അങ്ങനെ വേദ കടന്നു വരുന്നു, അതിൻ്റേതായ ചടങ്ങുകൾ ചെയ്യുന്നു. ഹരിത ഈ കുത്തിയെടുത്തിട്ട് കുത്തുന്നത് പോലെയുള്ള സ്വഭാവം വീണ്ടും വീണ്ടും സൂര്യയോട് ആവർത്തിക്കുന്നു. ഇതേ സമയം സൂര്യയുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഹരിത പറയാണ്, ഒരിക്കലും വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യങ്ങൾ ഈ നിൽക്കുന്ന നിൻ്റെ ഭാര്യയും നീയും ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യക്ക് അത്ര ആളുകളുടെ മുന്നിൽ താനൊരു പ്രശ്നമുണ്ടാക്കിയ താനൊരു കുടിയനാണ്, അതാണ് ഇതാണെന്ന് പറയുന്ന സൂര്യയോട് പറയുകയാണ് നന്ദിനി. അതുകൊണ്ട് സൂര്യ സാറായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, കാരണം നമ്മുടെ ഭാഗം നിൽക്കാൻ ഒരാൾ പോലും ഇല്ലാതെ നിൽക്കുമ്പോൾ അവരുടെ ഭാഗം ഒരു പക്ഷേ ആളുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ വന്നാലും കുറ്റം സൂര്യ സാറിനായിരിക്കും. അതുകൊണ്ട് സൂര്യ സാർ ഇവിടെ അടങ്ങിയേക്കെ എന്ന് പറയുകയാണ്. അങ്ങനെ സൂര്യക്ക് ക്ഷമിച്ച് നിൽക്കാനൊന്നും കഴിയില്ല കേട്ടോ. അങ്ങനെ ഇവരുടെ വിവാഹ നിശ്ചയത്തിനുള്ള സമയമായി, മോതിരം മാറ്റൽ ചടങ്ങ് നടത്തുകയാണ്. ആ ഒരു സമയത്താണ് കേട്ടോ അവിടെ ഒരുപാട് പോലീസ് കയറി വരുന്നത്. അങ്ങനെ പോലീസ് കയറി വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഈ സാറ് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോഴേക്കും ഈ സാറ് പറഞ്ഞിട്ടോ? അതെ. അപ്പോൾ അവിടെ ഗംഗയും രാജീവും അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവരെ കാണിച്ചിട്ടാണ് ആ പോലീസിൻ്റെ കൂടെ വന്ന ഒരു കള്ളൻ പറയുന്നത്, രാജീവിനെ കാണിച്ചിട്ടാണ്. ഇയാൾ പറഞ്ഞിട്ടാണ് ഞാൻ വിഗ്രഹം മോഷ്ടിച്ചത്, ആ അമ്പലത്തിൽ നിന്ന് ആ വിഗ്രഹം മോഷ്ടിച്ചത് ഇയാൾ പറഞ്ഞിട്ടാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ വിഗ്രഹം മോഷ്ടിച്ചത് ഇയാൾ പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളെന്തിനാ ഈ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇത് എൻ്റെ പെങ്ങളുടെ വിവാഹ നിശ്ചയമാണ്, നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് സൂര്യ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ആ കാര്യമുണ്ട് സൂര്യ, ഞങ്ങൾ വെറുതെ ഒന്നും ഇവിടെ വരത്തില്ല. അപ്പോഴേക്കും ഈ രാജീവിനെ ചോദ്യം ചെയ്യുകയാണ്, അതായത് ഗംഗയുടെ ആങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഗംഗയാണ്, ഗംഗ എന്നെ വെറുതെ ഇതാക്കുന്നത്, എന്താ ഞാൻ എന്തിനാ വിഗ്രഹം, ഇയാളാണ് എൻ്റെ നിന്നും ക്യാഷ് വാങ്ങി, ഇയാളാണ് എനിക്ക് ക്യാഷ്
തന്നത്. പക്ഷേ വിഗ്രഹം ഞാൻ കൊടുത്തത് ഈ നിൽക്കുന്ന യതീന്ദ്രൻ സാറിൻ്റെ കയ്യിലാണ്. ഇത് കേൾക്കുന്ന യതീന്ദ്രൻ ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ പോലീസ് ഒരു കള്ളനെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും ട്ടോ. ആ കള്ളനാണിത് പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയുന്നു, താൻ എന്താണോ പറയുന്നത്, എൻ്റെ കയ്യിൽ നീ വിഗ്രഹം കൊണ്ടുവന്നോ? എവിടുത്തെ വിഗ്രഹം, ഏത് വിഗ്രഹം? അപ്പോൾ ഇന്ന അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിച്ചിരിക്കുന്നു. അത് കാണാതെ അതിനെ തുടർന്ന് കേസും കാര്യങ്ങളും ആയിരുന്നു. ഒടുവിൽ ആ കള്ളനെ പിടികൂടി അവൻ ഇവിടെയുണ്ടെന്നാണ് പറയുന്നത്. അത് കേൾക്കുന്ന സൂര്യയും യതീന്ദ്രനും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് രഞ്ജിത്ത് വേറൊരു പണി ഒപ്പിച്ചിട്ടുണ്ടാവും. ഈ സമയം രഞ്ജിത്തിന് പോലീസിനെയും കാണുമ്പോൾ കിടക്കിടോന്ന് വിറക്കണം. അത് ഹരിതയുടെ കൂട്ടുകാരിയാണ്. ഹരിതയുടെ അല്ല, വേദയുടെ കൂട്ടുകാരിയാണ്. രഞ്ജിത്ത് ആരാണെന്ന് ഇനി ഓരോ എപ്പിസോഡിൽ അറിയാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ സമയം ഈ ഒരു വാക്ക് കേട്ട ഉടൻ തന്നെ ഇത് കേൾക്കുമ്പോൾ എന്താടോ താനീ പറഞ്ഞത് എന്നിങ്ങനെ ഇവിടെ സൂര്യ ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അതെ, ഈ യതീന്ദ്രൻ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിഗ്രഹം യതീന്ദ്രൻ സാറിൻ്റെ കയ്യിലാണ് കൊടുത്തത്. അപ്പോൾ യതീന്ദ്രൻ പറയുന്നത് ഞാനൊരിക്കലും ആ വിഗ്രഹം എവിടെയും കൊടുത്തിട്ടില്ല, ഞാൻ വാങ്ങിയിട്ടില്ല, ആരുടെയും കയ്യിൽ വാങ്ങിയിട്ടില്ല, താൻ എന്താടോ പറയുന്നത്, എൻ്റെ മകളുടെ വിവാഹ നിശ്ചയമാണ് എന്ന കള്ളനോടും ഈ രാജീവിനോടൊക്കെ പറയുമ്പോൾ ഗംഗ ഇതും കണ്ട് പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം പോലീസ് കോൺസ്റ്റബിളിനോട് പറയുകയാണ്, അതായത് SI പറയുകയാണ്, മൊത്തത്തിൽ വീടൊന്ന് സെർച്ച് ചെയ്യുമോ എന്ന് പറയാണ്. അങ്ങനെ വീട് സെർച്ച് ചെയ്യുകയാണ്. പൂജാമുറിയിൽ നിന്ന് ആ വിഗ്രഹവുമായി പോലീസ് അവിടെ എത്തുകയാണ്. ഇതാ സാറേ, പൂജാമുറിയിൽ നിന്നും നമ്മൾ ഉദ്ദേശിച്ച ആ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. ഇത് കാണുന്നതിനോടുകൂടി എല്ലാവരും അപ്പോൾ അത്ഭുതപ്പെട്ടു പോവാണ്. ഈ സമയം പത്മ പറയാണ്, ഈ വിഗ്രഹം ഈ നിൽക്കുന്ന ഗംഗ കൊണ്ടുവന്നതാണ് ഞങ്ങൾക്ക് എന്ന് പറയണേ. അപ്പോൾ ആ സമയം ഗംഗ പറയും, ഞാനെപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവന്നു? അപ്പോഴേക്കും പത്മ പറയണേ, ഇവരെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവർക്ക് എല്ലാവർക്കും അറിയാം, അതായത് എൻ്റെ ആങ്ങളുടെ ഭാര്യ, ഈ വിവാഹ നിശ്ചയത്തിൽ എൻ്റെ മക്കൾ എല്ലാവർക്കും അറിയാം. അപ്പോഴേക്കും ഗംഗ പറയണേ, ഇവർ പച്ചക്കള്ളം പറയുക സാറേ, ഞാൻ എന്തിനാ ഇവരുടെ വീട്ടിൽ ഈ വിഗ്രഹം കൊണ്ടുകൊടുക്കാൻ, എനിക്ക് വല്ല ഭ്രാന്താണോ? അപ്പോഴേക്കും ഗംഗെ, നിനക്ക് പ്രതികാരമാവാം, അത് ഇപ്പോൾ വേണ്ടട്ടോ, എൻ്റെ മകളുടെ വിവാഹ നിശ്ചയമാണ്. അപ്പോൾ പോലീസ് പറയണം, അതെ, നിങ്ങൾ തമ്മിൽ കഥ പറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. ഈ വിഗ്രഹം മോഷ്ടിച്ചു എന്ന് ഇവൻ പറയുന്നു, മോഷ്ടിച്ച് ഇവൻ നിങ്ങളുടെ കയ്യിൽ കൊടുന്നു എന്ന് പറയുന്നു യതീന്ദ്രൻ്റെ. അപ്പോൾ യതീന്ദ്രനാണ് ഇവിടുത്തെ കള്ളൻ, അതുകൊണ്ട് ഈ സമയം ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യും നിങ്ങളെ എന്ന് പറയുന്നു. അപ്പോൾ സൂര്യ പറയും, അതെങ്ങനെ നടക്കും, അത് നടക്കാത്ത കാര്യമാണ്, എൻ്റെ വീട്ടിൽ ഈ സ്ത്രീയാണ് കൊണ്ടുവന്ന് വെച്ചത്, പിന്നെ ഗംഗ എന്ന സ്ത്രീ വെച്ചിട്ടുണ്ടെങ്കിൽ അവരല്ലേ തെറ്റുകാരി. അപ്പോൾ പോലീസ് പറയുന്നത്, ഞങ്ങൾക്ക് മുന്നിൽ തെളിവില്ല, തെളിവ് നിങ്ങളുടെ മുന്നിൽ നികത്താനുണ്ടെങ്കിൽ നികത്തിക്കോളൂ, എങ്കിൽ ഓക്കെ. അപ്പോൾ സൂര്യ പറയണത് ഇല്ലെന്ന് പറയണം. അപ്പോൾ യതീന്ദ്രൻ പറയണം, മോനെ ഇവിടെ ഒരു വഴക്ക് വേണ്ട, എന്തായാലും ഇപ്പോൾ വിവാഹ നിശ്ചയം നടന്നോട്ടെ സാറേ, എൻ്റെ മകളുടെ വിവാഹ നിശ്ചയം നടന്നിട്ട് മതിയോ അറസ്റ്റ്? അത് കേട്ട ഉടനെ തന്നെ, തൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടാണോ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പണിയെടുക്കുന്നത്, അവിടുത്തെ ശമ്പളം കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ആ ഒരു കൂറോടുകൂടി ഉത്തരവാദിത്തത്തോടു കൂടി ഞാനത് ചെയ്യണം, താൻ പാടോ? അപ്പോഴേക്കും സൂര്യക്ക് ദേഷ്യം പിടിക്കണം, എൻ്റെ അച്ഛനെ ഉണ്ടല്ലോ താൻ വിളിച്ചു കഴിഞ്ഞാൽ താൻ എന്താടോ ചെയ്യുക, ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴേക്കും അതൊരു ഭയങ്കര വഴക്കാവുമെന്ന് കാണുമ്പോൾ സൂര്യയോട് യതീന്ദ്രൻ പറയണം, മോനെ ഇവിടെ ഒരു വഴക്ക് വേണ്ട, ഞാൻ അങ്ങ് പോയിക്കോളാം, എൻ്റെ സ്ഥാനത്ത് നിന്ന് നീയും നന്ദിനിയും കൂടിയിട്ട് ഈ പറയുന്ന വേദയുടെയും രഞ്ജിത്തിൻ്റെയും വിവാഹ നിശ്ചയം നടത്തി കൊടുക്കണം, അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്, നീയും നന്ദിനിയാണ് അത് ചെയ്യരുത്, മറ്റുള്ളവർ ചെയ്തതിന് അർത്ഥമില്ല, എൻ്റെ ആ ഒരു സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ നീയും നന്ദിനി അത് ചെയ്യണമെന്ന് പറയണം കേട്ടോ. അങ്ങനെ പോലീസ് യതീന്ദ്രനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. പത്മ ആകെ തകർന്നിരിക്കുകയാണ്. യതി എന്നൊക്കെ പറഞ്ഞ് പത്മ വിളിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അതിനിടയ്ക്ക് പത്മ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴും പറഞ്ഞതാണ് ആ വിഗ്രഹം ഇവിടെ വെക്കണ്ടെന്ന്, ഇപ്പോൾ എന്താ ഉണ്ടായത്, ആ വിഗ്രഹം വെച്ചത് കൊണ്ട് ഇപ്പോൾ കിട്ടിയില്ലേ, ഗംഗ കൊണ്ടുവന്ന ഓരോ സാധനങ്ങളും അത് നമുക്ക് തന്നെ പണിയാവും എന്ന് പലവട്ടം ഇവിടെ വീട്ടിലെല്ലാവരും. അപ്പോഴേക്കും അവിടെ കൂടുതൽ സംസാരം വേണ്ട, ഇപ്പോൾ ഇവിടെ വിവാഹ നിശ്ചയമാണ് നടക്കേണ്ടത്. അപ്പോഴേക്കും പൂജാരി പറയാണ്, അതെ, ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം, നമ്മുടെ ഈ നിൽക്കുന്ന ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും മുഹൂർത്ത സമയം തെറ്റിപ്പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിശ്ചയം നടക്കട്ടെ, മോതിരം മാറ്റൽ ചടങ്ങ് നടത്തട്ടെ. അതുകൊണ്ട് ഇവരുടെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആരാണ് ഈ സൂര്യയും അതുപോലെ അവരുടെ ഭാര്യയും വന്ന് കൈപ്പിടിച്ച് കൊടുക്കൂ, അതുപോലെ തന്നെ മോതിരം മാറ്റൽ ചടങ്ങിൻ്റെ ബാക്കി ചടങ്ങുകളും ചെയ്യുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് പത്മക്ക് മിണ്ടാനാവില്ല, ഹരിതയ്ക്ക് മിണ്ടാനാവില്ല, ഇന്ദ്രജിക്ക് മിണ്ടാനാവില്ല, നന്ദിനി തന്നെ
എല്ലാ കാര്യങ്ങളും വേദയുടെ കയ്യിലെടുത്ത് കൊടുക്കും. അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെ കയ്യിൽ സൂര്യയും ചെയ്തു കൊടുക്കും. അങ്ങനെ കതിർമണ്ഡപത്തിലോട്ട് നന്ദിനി തന്നെ വേദയെ പിടിച്ച് കയറ്റുകയും പിന്നീട് അവരുടെ മോതിരം മാറ്റൽ ചടങ്ങ് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊരു എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി പത്മയുടെ കണ്ണിൽ നിന്ന് ചോരത്തുള്ളികളാണ് ഇനി വീഴുന്നത്. ഓരോ ദിവസവും പത്മക്ക് ഓരോരോ അപകടങ്ങളാണ് കേട്ടോ ഉണ്ടാവാൻ പോകുന്നത്.